ഒരു രക്ഷയില്ല, ഒന്നും പറയല്ല, അടിപൊളി, ഒരു രക്ഷയില്ല, എല്ലാരും അടിപൊളി, ടു ഗുഡ്, ഒന്നും പറയല്ല, കാണണം. എന്താ നിങ്ങൾ കാണാം, അപ്പൊ മനസ്സിലാവും, ഒരു രക്ഷയില്ല. നല്ല മൂവിയാണ്, ഭയങ്കര നല്ല പെർഫോമൻസ് ഒക്കെയായിരുന്നു. എല്ലാരും നന്നായിട്ട് നല്ല സിനിമ, ഇത് മസ്റ്റ് വാച്ച് ആയിട്ട് എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയായിരിക്കും. അതെ അതെ, രണ്ടുപേരും ഒരു രക്ഷയില്ല. രണ്ട് ടൈം ലൈൻ, രണ്ട് പ്രായത്തിലുള്ള കുട്ടികളെ തകർത്ത് അഭിനയിച്ചിട്ടുണ്ടാവുമാർ, അടിപൊളിയായിരുന്നു. ചിദംബരം ഡൺ അമേസിങ് ജോബ്. അല്ല, അത് നിങ്ങൾ ഫീൽ ചെയ്യേണ്ട ഒരു മൂവിയാണ്. കയറിയിരുന്ന് കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും നമുക്ക് കണ്ടെടുക്കാൻ തോന്നില്ല. വളരെ നല്ല ജോബായിരുന്നു. മെസ്സേജൊക്കെ അത് അങ്ങനെയല്ലല്ലോ, കാണുക, അത്രയേ ഉള്ളൂ. നല്ല ക്ലാസ് മൂവി, വെരി ഡിഫറെന്റ് എക്സ്പീരിയൻസ്. അയ്യോ, എല്ലാവരും നന്നായിട്ടുണ്ട്. വളരെ കുറച്ച് കാസ്റ്റേ ഉള്ളൂ, ബട്ട് എവ്രിവൺ ഡിഡ് സോ നൈസ്ലി. അങ്ങനെയൊന്നുമില്ല, പോയി കാണൂ, ഇറ്റ്സ് എൻ എക്സ്പീരിയൻസ്. എല്ലാവരും കാണും, എല്ലാവരും ഇടിലൻ. നല്ല മൂവിയായിരുന്നു, ലൈക്ക് വേൾഡ് ക്ലാസ് മൂവി, എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ്, ഒരു രക്ഷയില്ല. പുതിയ ആക്ടേഴ്സൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അയ്യോ, ഞെട്ടിച്ചു, സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു എല്ലാവരും. ഡെഫിനറ്റ്ലി വേൾഡ് ക്ലാസ് മൂവി, ഒന്നും പറഞ്ഞു. അടിപൊളി. ഭയങ്കര ഒരു ഇൻറ്റൻസ്, ഭയങ്കര ഒരു നമുക്ക് ഫീൽ ചെയ്യുന്നൊരു സിനിമയാണ്. ഒരു അമ്മയും മകൻ്റെയും ആബ്സല്യൂട്ട് ലവ് സ്റ്റോറിയാണിത്. എല്ലാവരും പോയി കാണണം, ഉറപ്പായിട്ടും, കേട്ടോ. ഇൻവെസ്റ്റിഗേറ്റീവ് എന്നല്ല, ഇത് കാണുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. ലൈക്ക് യുനോ, ഞാൻ പറഞ്ഞ ഒരു അമ്മയും മകൻ്റെയും ഒരു ഇൻറ്റൻസ് ലവ് സ്റ്റോറിയാണ്. എല്ലാവരും പോയി കാണണേ. താങ്ക് യു. ഫാന്റാസ്റ്റിക് പെർഫോമൻസസ്. അത് ആരെയും എടുത്തു പറയേണ്ട കാര്യമില്ല, എല്ലാവരും അങ്ങനെ വളരെ നല്ലോണം ചെയ്തിരിക്കും. ബ്യൂട്ടിഫുൾ. ഇനി പുള്ളി എപ്പോഴെങ്കിലും എന്നെ ഒരു സിനിമയിലൊക്കെ വിളിക്കുമായിരിക്കും. ഇതിലെൻ്റെ സൗണ്ട് മാത്രം കൊടുത്തിട്ടുണ്ട്. ശരി, എല്ലാം ഇത് ആക്ച്വലി 16+ ആണെന്ന് തോന്നുന്നു. പക്ഷെ കുട്ടിയാണ് ഇതിനകത്തെ പ്രൊട്ടാഗനിസ്റ്റ്. ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. കുട്ടിയുണ്ട്, പിന്നെ ആ കുട്ടി കുറച്ചുകൂടെ വലുതായതിനു ശേഷമുള്ളൊരു ഭാഗം കാണിക്കുന്നുണ്ട്. അമ്മയായിട്ട് അഭിനയിച്ച ഫർസാന, എല്ലാവരും അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും. ജീൻ വളരെ രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ ഗിരീഷ് ഏടി അഭിനയിച്ചിട്ടുണ്ട്. ഗിരീഷ് നന്നായിട്ട് അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും സ്കോർ ചെയ്തൊരു സിനിമയാണ്. നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. ഉറപ്പായിട്ടും ഈ സിനിമ തിയേറ്ററിൽ തന്നെ എല്ലാവരും കാണേണ്ട സിനിമയാണ്. ഇത് ഇന്ത്യൻ ഫിലിംസ് എന്ന് പറഞ്ഞ് ഇന്ത്യൻ ഫിലിംസ് റിപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്ന, വെളിയിലുള്ള കൺട്രീസിലൊക്കെ റിപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നൊരു സിനിമയാണെന്നാണ് എൻ്റെ വിശ്വാസം. നല്ല സിനിമ, നന്നായിട്ടുണ്ട്. അല്ല, നല്ലൊരു ക്ലാസ് സിനിമയാണ്, നല്ല സിനിമയാണ്. നന്നായിട്ട് ഇൻവോൾവ് ആകാനായിട്ട് പറ്റി. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു സിനിമയായിരിക്കും. വളരെ നന്നായിട്ടുണ്ട്. ഗംഭീര പടം, ഒന്നും പറയാനില്ല. വളരെ അടിപൊളി ക്ലാസ് പടമാണ്. വളരെ നന്നായിട്ട്, എന്താ പറയുക, മനസ്സ് നിറഞ്ഞു. താങ്ക് യു സോ മച്ച്. എല്ലാവരും പോയി കാണാം. എല്ലാവരുടെയും പെർഫോമൻസ് അടിപൊളിയാണ്. എല്ലാവരുടെയും ഒന്നിനൊന്നും മെച്ചം. ഗംഭീര പടം, എല്ലാവരും പോയി കാണാം. നമ്മൾ 9-ാം തീയതി. ഗംഭീര സിനിമ, അടിപൊളി സിനിമ. ഞാനത് അവിടെ പറഞ്ഞത്, അതായത് നമ്മൾ മഞ്ഞുമ്മലും ജാനുമനൊക്കെ കണ്ട ആൾക്കാരല്ലോ, അപ്പോൾ അതിൻ്റെ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രമേയമാണ്. വളരെ വെൽ ഷോട്ട്, അടിപൊളി മ്യൂസിക്, നല്ല കഥ, നല്ല പെർഫോമൻസ്, എല്ലാം അടിപൊളിയാണ്. ബാലൻ കലക്കി, എല്ലാവരും കലക്കി. എന്നാൽ പോലും ബാലൻ ഒരു പ്രത്യേക സ്നേഹം ബാലനെ ഞാൻ അറിയിക്കുന്നു. ശരി, താങ്ക് യു. നല്ല അടിപൊളി ഫിലിം, മൂവി അടിപൊളിയാണ്. ഇത്ര വലിയ ക്രൂണ്ട്, ഇപ്പോൾ ജിത്തു മാധവൻ സാറ്, ചിദംബരം സാർ, ഇവരൊക്കെ ചെയ്ത പടമാണല്ലോ. പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. അടിപൊളി പടം. ത്രില്ലറാണ്. അതിൽ കൂടുതൽ ഒരു അമ്മയുടെയും മോൻ്റെയും തമ്മിലുള്ള ഒരു ബന്ധത്തെ പറ്റിയാണ് ഇതിൽ കൂടുതൽ പറയുന്നത്. അത് നമുക്ക് പെട്ടെന്ന് കണക്റ്റ് ആവും ആൾക്കാർക്ക്. ത്രില്ലറാണ്, പക്ഷെ എന്നാലും ഫുൾ ത്രില്ലറല്ല. ഇമോഷണലി നമ്മൾ ഭയങ്കരമായിട്ട് കൊള്ളും നമുക്ക് മനസ്സിൽ.
അടിപൊളിയാണ്. ലൈക്ക് ബാലനായാലും ഇപ്പോൾ അമ്മയായാലും അവർ ഭയങ്കര കെമിസ്ട്രിയാണ്. അവർ ഒരു ന്യൂ കമ്മറാണെന്ന് പറയത്തില്ല, അങ്ങനെയായിരുന്നു അവർ ചെയ്തു വെച്ചേക്കുന്നത്. അടിപൊളിയാണ്. ബ്യൂട്ടിഫുൾ ഫിലിമാണ്, തിയേറ്റർ ഫിലിമാണ്. ലൈക്ക് ഈസിലി എനിക്ക് കണ്ടതിൽ ഏറ്റവും ഭയങ്കര സന്തോഷം തോന്നിയ പല പല ഇമോഷൻസിലൂടെ കടന്നു വന്ന ഒരു സിനിമ. വെൽ റിട്ടൺ, വെൽ മെയ്ഡ്. ഐ ഹോപ്പ് ദേ കണ്ടിന്യൂ മേക്കിംഗ് സച്ച് ബ്യൂട്ടിഫുൾ ഫിലിംസ് ഇൻ മലയാളം. ത്രില്ലറും ഇമോഷണലും കലർന്നതാണ്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്യുന്ന ത്രില്ലറാണ്. അങ്ങനെ ഒന്നുമല്ല, ഒരു എനിക്ക് അത് പേഴ്സണലിയാണ് എനിക്കതിൻ്റെ ത്രില്ലർ ഭാഗം ഇഷ്ടപ്പെട്ടു എനിക്ക്. പക്ഷേ എനിക്ക് വേറെ ഇമോഷൻസ്, വിഷമവും ലോസും അതുപോലെ തന്നെ ടോവിയുടെ ക്യാരക്ടറിൻ്റെ ആ ഒരു പെയിനും എല്ലാം ഒക്കെ, അതുപോലെ ഈ അമ്മയും മകനും തമ്മിലുള്ള ബന്ധമൊക്കെ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. എൻ്റെ ഫോനോ ഭയങ്കര നല്ല. ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് ഗുഡ്. അങ്ങനെ ആവാതിരിക്കട്ടെ, ഇനിയും വലിയ വലിയ സാധനങ്ങൾ വരട്ടെ. ചിദംബരം ലെറ്റ് ഹിം മേക്ക് us all proud. നല്ല ബ്യൂട്ടിഫുൾ ലെയേഴ്സ് ആയിട്ട് മിക്സ് ചെയ്തിരിക്കുന്ന ഒരു പടമാണ്. ഇമോഷണൽ എല്ലാം ഉണ്ട്. ഇതൊരു അങ്ങനെ നമ്മൾ എന്താണെന്നുള്ളത് കറക്റ്റ് പറയുന്നേക്കാളും നിങ്ങൾ കണ്ട് ഒരു വ്യത്യസ്തമായ ഒരു ബ്യൂട്ടിഫുൾ അനുഭവം തരും. നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന പടം തന്നെയാണ്. വാച്ച് ഇൻ തിയേറ്റേഴ്സ്. നല്ലൊരു മൂവിയാണ്. എന്തോ പെർഫോമൻസ് വാസ് എക്സലന്റ്. മ്യൂസിക് ആണെങ്കിലും ഈവൻ ദ ചൈൽഡ് ആക്ടർ എല്ലാവരും നന്നായി അഭിനയിച്ചിട്ടുണ്ട്. പുതുമുഖങ്ങളാണെങ്കിലും എല്ലാവരും നന്നായി അഭിനയിച്ചിട്ടുണ്ട്. ശരിക്കും ഓവർവെൽഡ് ആയിട്ടാണ് നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നത്. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത്. രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ്. ഇമോഷൻസിന് നല്ലോണം ത്രില്ല് ചെയ്ത് നമ്മൾ ശരിക്കും ഉള്ളു കൊള്ളിച്ചുകൊണ്ടാണ് ആ മൂവി വന്നേക്കുന്നത്. നമ്മളെ ബോണ്ട്, ഞാനൊരു മദറാണ്, അപ്പം എനിക്കത് ശരിക്കും ഫീൽ ചെയ്യും പല ഭാഗങ്ങളിലായിട്ട്. പടം നല്ലായിരുന്നു. ഒരു ബാലൻ എന്ന് പറഞ്ഞ കുട്ടിയുടെ ആ ഒരു ജേണിയാണ് ത്രൂ ഔട്ടുള്ളത്. നല്ല രസമുള്ള പടമാണ്. അപ്പോൾ നല്ല, പിന്നെ ഡയറക്ടേഴ്സിന് അറിയാമല്ലോ, ഒരുപാട് നല്ല സാധനങ്ങൾ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു വിശ്വസ്തത ഇതിലവർ കാണിച്ചിട്ടുണ്ട്. കൊള്ളാം, നല്ല പരിപാടിയാണ്. പിന്നെ ഫ്രെയിംസ് ആണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. താങ്ക് യു. Balan is very nice movie. All are acting. എല്ലാവരും നല്ലതായിട്ട് ഭയങ്കര ഇമോഷണൽ ആക്കും. Emotional. ഭയങ്കരമായിട്ട് Suspense and very nice. mother and child. It is very emotional. മഞ്ഞുമൽ ബോയ്സ് അതിനേക്കാൾ ഡിഫറെന്റ് ആയി. അതെ തീർച്ചയായിട്ടും.